എൻ്റെ ഒരു സുഹൃത്ത് അല്പം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അതായത് അന്നത്തിന് വേണ്ടിയല്ലാതെ ദൈവത്തിൻ്റെ മുതൽ കട്ടാൽ അത് സമ്പാദിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ അന്നത്തിന് വേണ്ടി കക്കാമോ? അന്നത്തിന് വേണ്ടിയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ആഹാരം കഴിക്കാനല്ലേ മാർഗ്ഗമില്ലാതെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ അത് സമ്പാദിക്കാൻ വേണ്ടി മോഷ്ടിച്ചാൽ, അത് ദൈവത്തിൻ്റെ വക മോഷ്ടിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ പണമാണത്. ഈ പറയുന്നതല്ല അത് അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് ശരിയാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു. അത് ദൈവം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ഏത് ദൈവത്തിൻ്റെ ആയാലും ഏതൊക്കെ പേര് നമ്മൾ പറഞ്ഞാലും ദൈവത്തിൻ്റെ മുതൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമല്ലോ. ഇപ്പോൾ ശ്രീ എൻ വാസു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതായത് നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. എന്നിട്ടും ശ്രീ എൻ വാസു ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്താണ് അതിൻ്റെ കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ആദ്യം മുതലേ അതായത് നമുക്കറിയാം ഈ എൻ വാസു ഇതിനകത്ത് ശരിയായ രീതിയിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായിരുന്നു. അതിൻ്റെ കാര്യം, ആദ്യമായിട്ട് ഈ കട്ടളപ്പാളി സ്വർണം പൊതിഞ്ഞിരുന്ന കട്ടളപ്പാളി സ്വർണം പൊതിഞ്ഞിരുന്ന ചെമ്പ് പാളി കട്ടളപ്പാടിയുള്ളത് എന്നുള്ളത് ആ സ്വർണം പൊതിഞ്ഞിരുന്നെന്ന് വരെ എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതി കൊടുത്തു. പക്ഷെ വാസുവിൻ്റെ രേഖയിൽ വന്നപ്പോൾ അത് നേരെ ചെമ്പ് പാളിയായി. ഈ സ്വർണ്ണപ്പാളി പൊതിഞ്ഞെന്നുള്ള ഭാഗമില്ല. അങ്ങനെയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് ചെമ്പുപാളിയാക്കി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ്. ഞാൻ കാണുമ്പോൾ അത് ചെമ്പുപാളിയാണത്, യഥാർത്ഥ ചെമ്പുപാളിയാ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് അയാളായിരിക്കും. അങ്ങനെയാണല്ലോ വേണ്ടതും. അപ്പോൾ എൻ്റെ ഈ വിളിച്ചിരുന്ന ആ സുഹൃത്ത് തന്നെ ചോദിച്ചു, സാറേ അയാൾ വിജിലൻസ് ജഡ്ജി അല്ലായിരുന്നു പണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, വിജിലൻസ് ജഡ്ജി അല്ലായിരുന്നു, വിജിലൻസ് ട്രിബ്യൂണലാണ്. വിജിലൻസ് ജഡ്ജി എന്നും വിജിലൻസ് ട്രിബ്യൂണൽ എന്നും പറയുന്നത് രണ്ടും രണ്ടാണ്. വിജിലൻസ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഏതാണ്ട് 4-5 പേരുണ്ട് ആകെ. അത് ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്. അതിന് എന്താണ് അവരുടെ ജോലി എന്ന് ചോദിച്ചാൽ, അവർ ജില്ലാ ജഡ്ജിയല്ല, അവർ ജില്ലാ ജഡ്ജിയായിട്ട് പരിഗണിക്കത്തുമില്ല. നേരെ മറിച്ച് വിജിലൻസ് ജഡ്ജ് എന്ന് പറയുന്നത് വിജിലൻസ് കോർട്ട്, ട്രിബ്യൂണലല്ല, വിജിലൻസ് കോർട്ട് എന്ന് പറയുന്ന കോർട്ടിലെ ജഡ്ജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒരു ജില്ലാ സെഷൻസ് ജഡ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് എഴുതി അതും കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ള ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അതും പാസ്സായി കഴിഞ്ഞ് ജോലി കയറുന്നവരാണ് ജില്ലാ ജഡ്ജിമാർ. നേരെ മറിച്ച് വിജിലൻസ് ജഡ്ജിക്ക് യാതൊരു പരീക്ഷയില്ല, ഒന്നുമില്ല. അവരെ ഇഷ്ടമുള്ളവരെ ഗവൺമെൻറ് അങ്ങോട്ട് നിയമിച്ചു കൊടുക്കും. ആ രീതിയിൽ വിജിലൻസ് ട്രിബ്യൂണലിനെ ആയിട്ട് ഉള്ളവരെ അങ്ങോട്ട് നിയമിക്കും. അപ്പോൾ അതേപോലെ ഈ എൻ വാസു കുറേ നാൾ വിജിലൻസ് ട്രിബ്യൂണലായിരുന്നു. എന്താണ് ഈ വിജിലൻസ് ട്രിബ്യൂണലിലെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേസുകൾ ഒതുക്കേണ്ട കേസുകളുണ്ട് ഗവൺമെൻറ്റിന്. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു കേസ് എടുത്ത് ദൂരെ കളയണം. അങ്ങനെയുള്ള കേസുകൾ വിജിലൻസ് ട്രിബ്യൂണലിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യും. അതാരെ ഈ ആരോപണ വിധേയനായിട്ടുള്ള ആളിനെ സഹായിക്കാൻ ചെയ്യുന്ന പണിയാണ്. അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിജിലൻസ് ട്രിബ്യൂണൽ അതങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് ഇത് റെഡിയാക്കി കൈ കൊടുക്കും. അതാണ് അവരുടെ ജോലി. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരെ അതോടെ ഇരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന ഒരാളെന്നുള്ളതല്ലാതെ അയാൾ ഒരിക്കലും ജഡ്ജി ആയിരുന്നില്ല, വിജിലൻസ് ട്രിബ്യൂണലായിരുന്നു ഞാൻ ഈ പറഞ്ഞതുമാതിരി. അപ്പോൾ പിന്നെ ഈ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനകത്ത് നേരത്തെ അത് ഈ സ്വർണം പാളി പൊതിഞ്ഞതാണ് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ ചെമ്പുപാളി എന്നും, അതേപോലെ തന്നെ ഈ കട്ടളപ്പാളിയുടെ പുറത്തുള്ള ചെമ്പെന്നും എല്ലാം അതും സ്വർണം പൊതിഞ്ഞിരുന്നതാണെന്ന് അറിയാവുന്ന ആളാണ് ശ്രീ എൻ വാസു. പക്ഷെ എൻ വാസു ഇയാളെ ഇളക്കിക്കൊണ്ട് പോയല്ലോ, കൊടുത്തയച്ചല്ലോ നമ്മുടെ
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ. ഇതെല്ലാം കൊടുത്തയക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ സ്വർണ്ണപ്പാളി പൊതിഞ്ഞ ചെമ്പ് പാളിയാണ് എടുത്ത് കൊടുക്കുന്നത്. ആ കട്ടളപ്പടി അതുപോലെ വാതിൽപ്പാളിയെല്ലാം ഇതങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഇതൊക്കെ എടുത്തിട്ട് സ്വർണ്ണമൊക്കെ എടുത്തു ആവശ്യത്തിനോ എല്ലാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് സ്വർണം പൂശി. എന്നിട്ട് ഇയാൾ ഒരു ഇമെയിൽ അയച്ചു നമ്മുടെ എൻ വാസുവിന്. അന്ന് ദേവസ്വം കമ്മീഷണറാണ് എൻ വാസു. കമ്മീഷണറല്ല, അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്. കാരണം ആദ്യം കമ്മീഷണറായിരുന്നു, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വാസുവിന് ഒരു ഇമെയിൽ അങ്ങോട്ട് അയച്ചു. ഈ സ്വർണം പൂശിയുന്ന ഒരു ശകലം സ്വർണം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് വാസു പറയാം, അത് അയാളുടെ സ്വർണ്ണമല്ലേ, അയാൾ കൊണ്ടുപോയി അയാളെ സ്പോൺസർ ചെയ്ത് അയാളുടെ സ്വർണം എടുത്ത് പൂശിയതാണ് ബാക്കി. എന്നിട്ടാണ് ബാക്കി സ്വർണം ഇതുപോലെ അത് പണമില്ലാത്ത ആർക്കെങ്കിലും പിള്ളേരുടെ കല്യാണം നടത്താനായിട്ട് ദേവസ്വം ബോർഡും ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടു കൂടി വിവാഹം നടത്താനായിട്ട് ധനമില്ലാത്ത പിള്ളേർക്ക് വേണ്ടി അത് കൊടുക്കാൻ എന്നതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം ആണ് ചോദിച്ചേക്കുന്നത്. ഇത് കിട്ടിയ സാറിന് എന്തു ചെയ്യും? ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണം എന്ത് ചെയ്യണമെന്ന് വാസുവിൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണെന്ന് വാസുവിനെ അറിയാമായിരുന്നെങ്കിൽ സാധാരണഗതി എന്ത് പറയും? ഇയാളുടെ സ്വർണ്ണം ഇയാൾക്ക് ഇഷ്ടമുള്ള പോലെയാണ്, ഞാനെന്ത് വേണം, അത്രയല്ലേ ചോദിക്കുള്ളൂ. അതിന് പകരം അതിലങ്ങോട്ട് ഒരു നോട്ട് എഴുതാൻ കൊടുത്തു. ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം എന്നും പറഞ്ഞ് എഴുതിയാൻ കൊടുത്തു. ഇതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാൻ വയ്യാത്ത ആളാണോ വാസു? പക്ഷെ വാസുവിൻ്റെ പൊളിറ്റിക്കൽ ക്ലൗട്ട് കൊണ്ട് പിടിച്ചു നിൽക്കാം എന്ന് വാസു വിചാരിച്ചു. ഒരു കുഴപ്പമില്ല, എത്ര നാളായാലും ശരി, എനിക്ക് പ്രശ്നമൊന്നും വരത്തില്ല, എനിക്ക് രാഷ്ട്രീയം ഇതൊക്കാരും ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാനിതിന് പേടിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അതായത് വാസു പല പോസ്റ്റുകളിൽ ഇതുപോലെ ഇരുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ കളിച്ച് എത്രയും വയസ്സായാലും ഞാൻ പറയുന്നത് ഇവർക്കൊന്നും റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇവർക്കൊക്കെ എന്നും എന്തെങ്കിലും വേണം, അതാ കാര്യം. അങ്ങനെയുള്ള കൂട്ടത്തിൽ പെടുന്ന ഒരാളായതുകൊണ്ട് ഇതുപോലെ ഇരുന്നു. ആദ്യം ഇത് വിജിലൻസ് ട്രിബ്യൂണലായിരുന്നു, അവിടുന്ന് റിട്ടയർമെൻറ്റ് കഴിഞ്ഞു. കഴിഞ്ഞ ശബരിമല കമ്മീഷണറായിട്ട് മാറി, ദേവസ്വം കമ്മീഷണറായിട്ട് മാറി, തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കമ്മീഷണറായിട്ട് മാറി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോർഡ് പ്രസിഡൻ്റായി. നല്ല സ്ഥാനമല്ലേ? ഏതായാലും ശരി, ആ രീതിയിൽ പ്രവർത്തിച്ച ആളാണ് ശ്രീ എൻ വാസു. ഏതായാലും വാസുവിൻ്റെ കാര്യം ഇത്തിരി കഷ്ടമായിപ്പോയി. കാര്യം ഇപ്പോൾ അനങ്ങാതെ ഇങ്ങനെ ഈ പോലീസുകാരുടെ നടുവിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു ജയിൽ പുള്ളിയുടെ ഭാവത്തിൽ പോകുന്ന കണ്ടപ്പോൾ ഒരു വിഷമം കാണാൻ. കാര്യം ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫാൾ എന്ന് പണ്ട് സിയാഹുൽക്കാണ് അത് പറഞ്ഞത് കേട്ടോ. അത് എന്ന് വെച്ചാൽ അറിയാൻ പറ്റും. അതായത് എത്ര ഉയരത്തിലേക്ക് പോയാലും ഉയരത്തിലേക്ക് പോകുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുതലായിരിക്കും. അത് തന്നെ സംഭവിച്ചേക്കുന്നത്. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി, പറന്നു നടന്നു, ഇപ്പം വീണപ്പോൾ എന്താ, അതിൻ്റെ ആഘാതം വളരെ വലുതാണ്, പടുകുഴിയിലാണ്. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കുടുക്കിയതാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. മുരാരി ബാബു എന്നെ ചോദ്യം ചെയ്തു, അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തു, പിന്നെ സുധീഷിനെ ചോദ്യം ചെയ്തു. ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഇയാളുടെ ഇൻവോൾവ്മെൻറ്റ്, വാസുവിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ശരിയായിട്ട് അതിൽ മൊഴി അവർ കൊടുത്തിട്ടുണ്ട്. വേറെ മാർഗമില്ല. അവർക്ക് രേഖ വെച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തതാണ്. വേറെ മാർഗമില്ലാത്തതുകൊണ്ട് സമ്മതിക്കേണ്ടതായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ട്. അവർ സമ്മതിച്ചു. അപ്പോൾ ഇയാളുടെ ഇൻവോൾവ്മെൻറ്റ് വെളിയിലായി. ഇയാളെ തുടർച്ചയായിട്ട് 2 ദിവസം ക്വസ്റ്റ്യൻ ചെയ്തു. എന്നിട്ട് ഇന്ന് വരാൻ പറഞ്ഞു. വന്നു. ഇന്നും ചോദ്യം ചെയ്തു, വൈകുന്നേരം വരെ ചോദ്യം ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് അങ്ങ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നേരെ റാന്നി കോടതിയിലോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ഉള്ള ഹാജരാക്കും.
ശ്രീ വാസു പറയുന്നത് ഒരുപാട് മെഡിക്കൽ എയിൽമെൻറ്റ് അയാൾക്ക് ബോഡിലി ആയിട്ടുള്ള ഫിസിക്കൽ എയിൽമെൻ്റ് ഉണ്ട്, അതായത് അസുഖങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അസുഖങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പണ്ടേ തീരുമാനിക്കണം ഈ അയ്യപ്പൻ്റെ സ്വർണം മോട്ടിക്കരുതെന്ന്, അതിന് കൂട്ടു നിൽക്കരുതെന്ന്. അങ്ങനെ ചെയ്തില്ലല്ലോ. ഈ മോഷ്ടിച്ചവർക്ക് വേണ്ടി കൂട്ടു നിന്നു, അതിൻ്റെ എല്ലാം പങ്ക്. ഇതിനു മുമ്പ് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ഈ വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പം വാസുവിന് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, എന്നാണ് തോന്നുന്നത്, ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. പത്മകുമാറായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്. എഴുതി കൊടുത്തു, അതായത് ഇവിടെ നടവരവ് സ്വർണത്തിന് പോലും കണക്കില്ല, അതിൻ്റെ ഒന്നും രേഖകൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നില്ല, വളരെ കുത്തഴിഞ്ഞതായിട്ടാണ് കാര്യങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നത്. അയാൾ 2019 സെപ്റ്റംബർ 3-ാം തീയതിയോ 9-ാം തീയതിയോ കണ്ട് ആണ് ആ ലെറ്റർ എഴുതി കൊടുത്തത്. അതിന്മേൽ ഒരു നടപടി എടുത്തിട്ടില്ല. ആ ലെറ്റർ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു നടപടി എടുത്തില്ല. അപ്പോൾ അന്ന് മുതലേ ഇവർക്കൊക്കെ അറിയാം ഇവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നു, വളരെ വലിയ കള്ളത്തരങ്ങളാണ് നടക്കുന്നത് ഇവിടെ. കാരണം ഇതിന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. ഇവർ കുറേ ആളുകൾ, വലിയ ആളുകൾ അവിടെ അങ്ങ് നിൽക്കും. അവർ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കയ്യിലൂടെ അല്ലാതെ ഒരു കാര്യവും വെളിയിലോട്ട് പോകത്തില്ല. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏതായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറഞ്ഞ പോലെ വളരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി. ഇപ്പോൾ ഇനി അനുഭവിക്കേണ്ടതായിട്ട് വരും. നടക്കട്ടെ, വിധിയാണ്.